അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സഹായിക്കുക എന്നുള്ളതൊക്കെ പടച്ച റബ്ബിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത്തരത്തിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് പൈസ കൊടുത്ത് നമ്മൾ സഹായിക്കുക, കടം കൊടുത്ത് നമ്മൾ സഹായിച്ചു, അല്ലെങ്കിൽ നമ്മളടുത്തുള്ള സ്വർണ്ണങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുത്തു, നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മളതൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഒരാവശ്യം വരുന്ന സമയത്ത് അവർ അത് തിരിച്ചു തരാത്തൊരവസ്ഥയിലൂടെ അതൊരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതൊരു വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ കുറച്ച് പേരെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്ത പണം, അവർ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമായിക്കൊണ്ട് അവരുടെ സ്വർണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സർട്ടിഫിക്കറ്റ്, അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിന് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ അവരത് നമുക്ക് നൽകാതെ നമ്മളായിട്ട് പ്രയാസപ്പെടുത്തുന്നവരുണ്ടാകും. അത്തരത്തിലും പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാൾക്ക് നമ്മുടെ ഒരു വസ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ദിക്റും ദുആകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് പരിഹരിക്കാനാവാത്ത യാതൊരു കാര്യവും തന്നെയില്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. പരീക്ഷിക്കാൻ എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഞാനിതൊന്ന് ചെയ്ത് നോക്കട്ടെ, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെയുള്ളൊരു മനസ്സിലൊരു കൺഫ്യൂഷൻ കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നൊക്കെയുള്ളൊരു വിശ്വാസം കൊണ്ട് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഫലം കിട്ടില്ല. ഞാനിത് ചെയ്യുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കരുണക്കടലായ റഹ്മാന് പടച്ച റബ്ബ് എനിക്കിത് തരും, എനിക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് എനിക്കിതിനൊരു പരിഹാരം ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ എന്തൊരു കാര്യവും ചെയ്യാനായിട്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 48ാമത്തെ സൂറത്തായ സൂറത്ത് ഫതഹിലെ അവസാനത്തെ ആയത്ത്, അതായത് 29ാമത്തെ ആയത്തുണ്ട്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. മുഹമ്മദുൻ റസൂലുള്ളാഹ് മുതൽ വ അജ്റൻ അലീമ വരെയാണ് ഈ ഒരു ആയത്തും. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 28ാമത്തെ സൂറത്തായ സൂറത്ത് ഖസസിലെ 85ാമത്തെ ആയത്തും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇന്നല്ലദീ ഫറള അലൈക മുതൽ ലലാലിം മുബീൻ വരെ സൂറത്ത് ഖസസിലെ 85ാമത്തെ ആയത്താണ്. ഈ ഒരു 2 ആയത്ത് നമുക്ക് കഴിയുന്നത്ര എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, തഹജ്ജ് സുന്നത്ത് നമസ്കരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷവും നമുക്ക് കഴിയുന്നത്ര ഈ ഒരു 2 ആയത്തിനെ നമ്മൾ കഴിയുന്നത്ര ചൊല്ലുക. നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു 11 തവണയൊക്കെ ചൊല്ലാൻ കഴിഞ്ഞുള്ളൂ എന്നുണ്ടെങ്കിൽ അത്ര മതി. നമുക്ക് കഴിയുന്നത്ര നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ചൊല്ലുക. ശേഷം നമ്മുടെ പ്രയാസങ്ങളും എല്ലാം നമ്മൾ പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിട്ട് കൽബ് തുറന്നുകൊണ്ട് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുക. അങ്ങനെ നമുക്ക് കഴിയുന്ന ദിവസം നമ്മളിത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഏത് വ്യക്തിയിൽ നിന്നാണോ നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ പണമായാലും സർട്ടിഫിക്കറ്റുകളായാലും അതുപോലെ സ്വർണ്ണങ്ങളോ മറ്റ് വസ്തുക്കളോ എന്ത് തന്നെ ആയാലും ഏതൊരു വ്യക്തിയിൽ നിന്നാണോ നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ നമ്മൾ ദുആ ചെയ്തതിന് ശേഷം അവർക്ക് വിളിച്ചിട്ട് നമ്മൾ മാന്യമായ രീതിയിൽ, നല്ല രീതിയിൽ നമ്മൾ അവരോട് ചോദിക്കുക. എനിക്കിങ്ങനെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ അവരോട് ചോദിക്കുക. കൂടുതലായിട്ട് വിളിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് ഒരു ശല്യം പോലെ തോന്നിക്കാതെ നല്ല രീതിയിൽ നമ്മൾ അവർക്ക് വിളിച്ചിട്ട്, എന്നാലും നമ്മൾ എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അവരോട് ഇത് ഓർമ്മപ്പെടുത്തുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് തരാനുള്ള ആ വ്യക്തിയുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ കടം കൊടുത്ത ആ വ്യക്തിക്ക് നമുക്ക് തിരിച്ചു നൽകാൻ അവരുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ അവർക്ക് നമുക്ക് തരാനുള്ളൊരു മനസ്സാണ് അവർക്കില്ലാത്തത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് അവർക്ക് തിരികെ നൽകാനുള്ളൊരു മനസ്സാണ് അവർക്കില്ലാത്തതെങ്കിൽ അവർക്ക് ആ നല്ലൊരു മനസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സൂറത്ത് ഷർഹ് നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 17 തവണ ഓതണം. 17 തവണ ഇഖ്ലാസോടെ വിശ്വാസത്തോടു കൂടെ ഓതിയിട്ട് ഓരോ തവണ ഓതുമ്പോഴും ഇന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ മനസ്സ് പടച്ച റബ്ബേ മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ 17 തവണ നമ്മൾ എല്ലാ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
എന്നാൽ തീർച്ചയായിട്ടും പടച്ച റബ്ബ് നമ്മൾക്കൊരു ഉത്തരം നൽകും. കാരണം നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെയാണ് നമ്മൾ പരിഹാരം തേടുന്നത്. ഒരിക്കലും നമുക്കൊരു ദോഷം ഇതുകൊണ്ട് സംഭവിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെയൊക്കെ വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പടച്ച റബ്ബ് മാറ്റിത്തരട്ടെ. എല്ലാവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും അയൽക്കാരുടെയും എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പടച്ച റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഹൈറായ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.